ശ്രീ സി ബി സത്യൻ, ഇങ്ങനെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങളില്ലാത്ത ഒരു സാഹചര്യം, വളരെ ചുരുക്കം സമയം മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചാട്ടത്തിന്റെ അർത്ഥത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം? നേരത്തെ പറഞ്ഞ പോലെ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുക്കാനുള്ള ഒരു തീരുമാനം, അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി അഭിനന്ദിച്ചുകൊണ്ടുള്ള നിതീഷിന്റെ പ്രതികരണം അതിൽ നിന്ന് തുടങ്ങുന്നു. അതിനു മുൻപ് തന്നെ RJD ഇത് മനസ്സിലാക്കിയിരുന്നു എന്ന് അല്പം മുൻപ് ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു തീർന്നതേ ഉള്ളൂ. എന്താണ് ഈ ചാട്ടത്തിന്റെ കാരണമെന്ന് എങ്ങനെ വ്യാഖ്യാനിക്കാം? അപ്പം നമ്മൾ ആദ്യം എനിക്ക് തോന്നുന്നതിന്റെ ഒരു ഇച്ചിരി പിന്നോട്ടം നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ശേഷം എത്രയൊക്കെ ആത്മവിശ്വാസം BJP പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ ആത്യന്തികമായിട്ട് അങ്ങനെ ഒരു പ്രതിപക്ഷ ഐക്യത്തെ ഭയപ്പെടുന്നു എന്നതാണ് ആദ്യ വായനയിൽ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം. കാരണം ഈ പറഞ്ഞ പോലെ 303 നിന്ന് ഞങ്ങൾ ഇനി 400 വാങ്ങും എന്ന് ഗീർവാണം പറയുന്ന ഇതേ BJPക്ക് അവരുടെ ഈ രാഷ്ട്രീയ തന്ത്രജ്ഞർക്ക്, തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. 37% വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത്, ഡെസ്പൈറ്റ് ഓഫ് ദയർ 303 സീറ്റ്. അപ്പം ഈ 303 സീറ്റിൽ 37% വോട്ട് കിട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെതിരെ ബാക്കിയുള്ള 67% വോട്ടുകൾ ഒന്നിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബുദ്ധി അവർക്കുണ്ട്. അപ്പൊ എത്രയൊക്കെ ബ്രേവ് ഫേസ് എടുത്തണിഞ്ഞാലും ഈ ആത്യന്തികമായി ഇന്ത്യ മുന്നണിയെ BJP ഭയക്കുന്നുണ്ട്, ഭയന്നിരുന്നു. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഘട്ടം നിങ്ങൾ ഓരോ ഘട്ടമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാവുന്നത്, UP അവിടെ മാറ്റി നിർത്തുക. UP തൽക്കാലം അവർക്ക് വലിയ പരിപാടികളൊന്നും ചെയ്യാനല്ല. കാരണം അഖിലേഷ് യാദവിന് അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട്, കൃത്യമായ ഒരു സമീപനമുണ്ട്, അക്കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അടുത്ത രണ്ടാമത്തെ വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക് വരിക. മഹാരാഷ്ട്രയിൽ ശിവസേന, NCP, കോൺഗ്രസ് സഖ്യം 48 സീറ്റ്, അതായത് 80 സീറ്റുള്ള UP കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളുണ്ട്. 48 സീറ്റുകളിൽ ഏതാണ്ട് പകുതിയിലേറെ കയ്യും വീശി നേടാവുന്ന ഒരു കണ്ടീഷനിലായിരുന്നു ശിവസേന, NCP, കോൺഗ്രസ് സഖ്യം. അപ്പൊ ആദ്യം ചെയ്തത് അവിടെ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെയുടെ വലങ്കയായ മനുഷ്യനെ, അദ്ദേഹത്തിനെ ED നോട്ടീസ് കാണിച്ച്, ഈ പറഞ്ഞ പോലെ അതുപോലെ ഒരു കൂട്ടം MLA മാരെ ED നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്തി മറുകണ്ഠം ചാടിച്ചു. ഒന്നാം ഘട്ടത്തിൽ ശിവസേനയെ പിളർത്തി. രണ്ടാം ഘട്ടത്തിൽ അജിത് പവാർ, അതായത് ഏതാണ്ട് കോടാനുകോടി രൂപയുടെ അഴിമതി കേസ് നേരിടുന്ന അജിത് പവാറിനെ, അദ്ദേഹം അതിന് മുമ്പത്തെ ഒരു തവണ കൂടി ഇതുപോലെ മറുകണ്ഠം ചാടിയതാണ്, അദ്ദേഹത്തെയും അതിന്റെ കൂടെ NCPയിൽ കേസ് നേരിടുന്ന ഒരുവിധപ്പെട്ട എല്ലാ MLA മാരെയും വലിയ നേതാക്കളെയും ഒന്നിച്ച് മറുകണ്ഠം ചാടിച്ച് NCPയെയും പിളർത്തി. അപ്പൊ ചുരുക്കത്തിൽ ഓപ്പറേഷൻ മഹാരാഷ്ട്ര വിജയകരമായി പൂർത്തിയായി. ഓപ്പറേഷൻ മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ അവർ വന്നു, ഞങ്ങൾ കൊടുത്തു എന്നുള്ളതൊന്നും അല്ല. കാരണം വളരെ കൃത്യമായിട്ട് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം നോക്കിയവർക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന്. ഏകനാഥ് ഷിൻഡെ എന്തുമാത്രം ആം ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ആ പിളർപ്പ് സാധ്യമാക്കിയത്. കാരണം ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്ന ഒരു അവസ്ഥ വെച്ച് നീട്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യനും മുഖ്യമന്ത്രി പദം സ്വീകരിക്കുമെന്ന് പറയുന്നത് പോലെ ഏകനാഥ് ഷിൻഡെയും ചെയ്തത് തന്നെയാണ്. അപ്പം അങ്ങനെ 48 സീറ്റുള്ള അത് ആദ്യം പിളർത്തി പല കഷ്ണങ്ങളാക്കി. അതായത് NCPയെ ഒതുക്കി, ശിവസേനയെ ഒതുക്കി, കോൺഗ്രസിനെ പിളർത്താനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായി നടന്നു വരികയാണ്. അത് ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു മുൻ മുഖ്യമന്ത്രിയായ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു ഫാക്ഷൻ ഓഫ് MLAs മറുകണ്ഠം ചാടും എന്ന വാർത്ത അന്തരീക്ഷത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഏത് നിമിഷം അത് സംഭവിച്ചാലും, ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുമ്പായിട്ട് അത് സംഭവിച്ചാലും അക്കാര്യത്തിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി അടുത്തതിലേക്ക് വരിക. മൂന്നാമത്തെ വലിയ സംസ്ഥാനമാണ് ബീഹാർ. ഈ ബീഹാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബീഹാർ ചരിത്രപരമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലമാണ്. കാരണം സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകളുടെ എല്ലാം തുടക്കം, അതിന്റെ ഒരു ഹൃദയഭൂമി എന്ന് നമുക്ക് വിളിക്കാവുന്ന അതായത് വടക്കേ ഇന്ത്യയിലെ എല്ലാ സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകളും ആരംഭിച്ചത്, ജയപ്രകാശ് നാരായണൻ തൊട്ടിങ്ങോട്ടെല്ലാം ആരംഭിച്ചത് ആ ബീഹാറിന്റെ മണ്ണിൽ നിന്നാണ്. അപ്പൊ അവിടെ നിതീഷ് തന്നെയാണ് ഇന്ത്യ അലയൻസിന് തുടക്കമിട്ട എന്താ പറയുക, നമ്മള് ഗണപതിക്ക് പൂജ എടുത്ത് തുടങ്ങിയ ആൾ, ഈ അലയൻസിന് തുടങ്ങി വെച്ച ആൾ നിതീഷ് കുമാറാണ്. ആ നിതീഷ് കുമാറിന്റെ പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ മറുകണ്ഠം ചാടിയത് കൊണ്ട് BJPക്ക് 5-10 സീറ്റുകൾ നഷ്ടപ്പെടുമെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് BJPയുടെ വളരെ കൃത്യമായ പോൾ മാനേജ്മെന്റ് ആണ്. ഓരോ സംസ്ഥാനങ്ങൾ, അതായത് വലിപ്പമുള്ള അല്ലെങ്കിൽ രാജ്യവ്യാപകമായിട്ട് ഫലത്തിനെ എന്താ പറയുക സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഓരോരോ സംസ്ഥാനങ്ങൾ എടുത്തിട്ട് വളരെ കൃത്യമായിട്ട് തലവെട്ടി മാറ്റുന്ന പ്രക്രിയയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായിട്ട് ഭയത്തിൽ നിന്ന് ഉടലെടുത്ത ജാഗ്രത,
ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇപ്പോൾ ഈ പറഞ്ഞ നിതീഷ് കുമാറിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കട്ടു സൈസ് ചെയ്യാൻ BJP ശ്രമിച്ചതാണ്. കാരണം എല്ലാ അദ്ദേഹത്തിന്റെ RJD പ്രതിനിധി പറഞ്ഞതുപോലെ ചിരാഗ് പാസ്വാന്റെ വിമത മുന്നണിയെ നിർത്തിയിട്ട് JDU മത്സരിച്ച എല്ലാ സീറ്റുകളിലും വിമത സ്ഥാനാർത്ഥികളെ നിർത്തി അതിമാരകമായിട്ട് അവരെ തകർക്കാൻ നോക്കി. 71 സീറ്റിൽ നിന്ന് 45 സീറ്റായിട്ട് അവരുടെ ഭൂരിപക്ഷം അവരുടെ MLA-മാരുടെ എണ്ണം കുറഞ്ഞു. അതേസമയം 53 സീറ്റിൽ നിന്ന് 74 സീറ്റായിട്ട് BJP ഉയരുകയും ചെയ്തു. ഇത് വളരെ കൃത്യമായൊരു പോൾ മാനേജ്മെന്റ് ആയിരുന്നു. കുറച്ചുകൂടി തകർച്ച നിതീഷ് ഉണ്ടാകുമെന്നാണ് BJP കണക്കൂട്ടിയിരുന്നെങ്കിലും അത് ഉണ്ടാകാത്തത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം അവരുടെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചത്. എന്നിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ മഹാഗഡ്ബന്ധനിലേക്ക് തിരിച്ച് നിതീഷ് കുമാർ വന്നത്? അതും നമ്മൾ പരിശോധിക്കണം. നമ്മൾ നോക്കുമ്പോൾ BJP JDU-വിനെ പിളർത്താൻ ശ്രമം നടത്തി. JDU-വിനെ പിളർത്തിയിട്ട് JDU-വിനെ അതോടെ അവസാനിപ്പിക്കാനും കംപ്ലീറ്റ് ആയിട്ട് ബീഹാറിന്റെ ഭരണം BJP-യുടെ കൈവശം കൊണ്ടുവരാനും ശ്രമിച്ചു എന്ന് മനസ്സിലാക്കിയ നിമിഷമാണ് 18 മാസം മുമ്പ് നിതീഷ് കുമാർ മറുകണ്ഠം ചാടി വീണ്ടും തേജസ്വി യാദവിനെ ആലിംഗനം ചെയ്ത് ഈ പറഞ്ഞതുപോലെ മഹാസഖ്യത്തിലേക്ക് തിരിച്ചു വന്നത്. ഇനിയിപ്പോ നോക്കൂ, അടുത്ത 18 മാസങ്ങളാണ് ബാക്കിയുള്ളത്. ഈ ബാക്കിയുള്ള സമയത്ത് വീണ്ടും തിരിച്ച് BJP-യിലേക്ക് ചെല്ലുമ്പോൾ നിതീഷ് കുമാറിനും നല്ല ധാരണയുണ്ട് ഇതൊരു താൽക്കാലിക സഖ്യമാണ്. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ തീർത്ത് കളയാൻ BJP എന്തായാലും ശ്രമിക്കും എന്നുള്ള കാര്യം. അതേസമയം തന്നെ BJP-ക്കും വളരെ കൃത്യമായിട്ടറിയാം 2024 ലോക്സഭാ ഇലക്ഷനിൽ ഈ പറഞ്ഞതുപോലെ 10 സീറ്റെങ്കിൽ 10 സീറ്റ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ JDU-വിന്റെ സഹായം വേണമെന്ന്. അപ്പൊ ചുരുക്കത്തിൽ ഇത് മറ്റേ RJD പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ കൃത്യമായ ഒരു ഇടപാട് തന്നെയാണ്. ആ ഇടപാടിൽ അടിവേരിളകിയത് ഇന്ത്യ മുന്നണിക്കാണ്. ഒരല്പം കൂടെ ജാഗ്രത പുലർത്തണമായിരുന്നു. ഒരുപക്ഷെ നിതീഷ് ഉന്നയിച്ച അതാണല്ലോ നിതീഷ് പറയുന്നത്, ചില കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളൊരു പ്രസ്താവനയൊക്കെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുമ്പ് മാധ്യമങ്ങളോട് നടത്തിയത്. അങ്ങനെ ചില ജാഗ്രത കുറവുണ്ടായെങ്കിൽ അതിനുള്ള വില ഇന്ത്യ മുന്നണി കൊടുക്കേണ്ടതായിട്ട് വരുന്നു സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക്. കോൺഗ്രസ് ഈ ജാഗ്രത കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്ക് തുടക്കമിടുമ്പോൾ, അല്ലെങ്കിൽ നിതീഷ് കുമാർ അടക്കമുള്ള ആൾക്കാർ ചേർന്നിട്ട് ഇന്ത്യ മുന്നണിക്ക് തുടക്കമിടുമ്പോൾ ആത്യന്തികമായിട്ട് നിതീഷ് കുമാറിന്റെ സ്വപ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒന്നിലേറെ പതിറ്റാണ്ടുകളായിട്ട് ബീഹാറിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന നിതീഷ് കുമാറിന് ഇനിയുള്ള ഒരേ ഒരു ലക്ഷ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പദമാണ്. അപ്പൊ നേരത്തെ ചന്ദ്രശേഖർ YK ഗുജറാളോ അടക്കമുള്ള മനുഷ്യർ വലിയ ഒരു ശക്തി ഇല്ലാതിരുന്നിട്ട് പോലും, അല്ലെ ദേവഗൌഡയെ പോലെ വലിയൊരു ശക്തി ഇല്ലാതിരുന്നിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഒരു ചരിത്രം നമ്മുടെ പാർലമെന്ററി ഡെമോക്രസിക്കുണ്ട്. അപ്പൊ അതുപോലെ സമാനമായ ഒരു ഹങ് പാർലമെന്റ് വരികയാണെങ്കിൽ, ഒരു തൂക്ക് പാർലമെന്റ് വരികയാണെങ്കിൽ നിതീഷ് കുമാർ അടക്കം അവരുടെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ സഖ്യ ശ്രമത്തിന് തുടക്കമിട്ടത്. പക്ഷേ അതിന്റെ ഒരു കൺവീനർ ആകാനോ അതിന്റെ ഒരു ചെയർമാൻ ആകാനോ ഉള്ള നിതീഷിന്റെ ശ്രമത്തെ തടയിട്ടത് കോൺഗ്രസ് അല്ല, അതിനേക്കാൾ മുമ്പേ മമതാ ബാനർജിയാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ നിതീഷ് കുമാറിനെ അങ്ങനൊരു പ്രമുഖ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിനെതിരെയുള്ള കൃത്യമായൊരു തടയുമായിട്ട് രംഗത്ത് വന്നത്. അപ്പൊ അതിനകത്ത് കോൺഗ്രസിന്റെ ജാഗ്രത കുറവ് എന്ന് പറയുന്നത് 100% ശരിയല്ല. കോൺഗ്രസിന് വേറെ ഒരുപാട് കാര്യങ്ങളിൽ ജാഗ്രത കുറവ് ഉണ്ട് എങ്കിലും ഈ പർട്ടിക്കുലർ കേസിൽ എനിക്ക് തോന്നുന്നു 26 പാർട്ടികളുടെ ഒരു സഖ്യത്തിനകത്ത് അവർ നടത്താവുന്ന ഏറ്റവും വലിയ വിട്ടുവീഴ്ച, അതായത് അവരുടെ സീറ്റുകളുടെ എണ്ണം ഏതാണ്ട് പകുതിയോളമായിട്ട് കുറച്ചുകൊണ്ട്, അവർ മൊത്തത്തിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഏതാണ്ട് പകുതിയോളമായിട്ട് കുറച്ചുകൊണ്ട് ഓൾറെഡി ഒരു വലിയ ത്യാഗം കോൺഗ്രസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ത്യാഗങ്ങൾ അവർ ചെയ്യാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ കേസിൽ 26 പ്രധാനപ്പെട്ട പാർട്ടികളും ഇക്കാര്യത്തിൽ കൃത്യമായൊരു അഭിപ്രായ സമന്വയത്തിലെത്തിയില്ലെങ്കിൽ അത് മുന്നോട്ട് പോവില്ല. അതായത് ഒരു കൺവീനർ വേണ്ട എന്നാണ് പാർട്ടികളുടെ തീരുമാനമെങ്കിൽ കോൺഗ്രസിന് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം കോൺഗ്രസിന്റെ നേതൃത്വത്തെ പല പാർട്ടികളും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് മമതാ ബാനർജി കോൺഗ്രസിന്റെ നേതൃത്വത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. നമ്മുടെ മുലായം സിംഗിന്റെ പുത്രൻ പൂർണ്ണമായിട്ടും ഇതിനെ അംഗീകരിക്കുന്നില്ല. നിതീഷ് കുമാർ ഇതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല. തേജസ്വി യാദവ് ഇതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്വത്തെ അല്ലെങ്കിൽ നേതൃത്വത്തെ ദേശീയ തലത്തിൽ അംഗീകരിക്കുന്നത് DMK-യും അല്ലെങ്കിൽ ഒരു പരിധിവരെ CPM-ഉം ഒക്കെ തന്നെയുള്ളൂ. വേറെ മറ്റുള്ള പ്രമുഖ പാർട്ടികൾ ആരും, പ്രാദേശിക പാർട്ടികൾ ആരും കോൺഗ്രസിന്റെ നേതൃത്വത്തെ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് കൊടുക്കാതെ അവരുടെ എല്ലാ തീരുമാനങ്ങൾക്കും കൃത്യമായി തടയിടുന്ന ഒരു നടപടിക്രമമാണ് ചെയ്യുന്നത്.
എനിക്ക് ഈ ഇന്ത്യ അലയൻസിന്റെ ഒരു ഫോർമേഷൻ തൊട്ടിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണിച്ച ഒരു വലിയ മണ്ടത്തരം ഒഴിച്ചാൽ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ കൃത്യമായ ഒരു ശേഷി പരിശോധിക്കുന്നതിന് പകരം അവര് ഏതാണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയ അബദ്ധമാണ്. ആ അബദ്ധം അങ്ങനെ ചെറിയ അബദ്ധമല്ല, വലിയ അബദ്ധമാണ്. ആ അബദ്ധം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിയുടെ മൊത്തത്തിലുള്ള രൂപീകരണത്തിലും ഇതുവരെയുള്ള പോക്കിലും